വർഷങ്ങൾക്ക് മുമ്പ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതാണ് കൂട്ടിക്കൽ സ്വദേശി തങ്കമ്മ. ഞങ്ങൾ തങ്കമ്മയെ കാണാനായി ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ തൊട്ടു മുമ്പ് മറ്റൊരു സംഭവമുണ്ടായി. തങ്കമ്മയുടെ വീട്ടിലേക്ക് ഒരു കാട്ടാന പാഞ്ഞെത്തി. ഭാഗ്യം കൊണ്ടാണ് തങ്കമ്മ രക്ഷപ്പെട്ടത്. ആന ഒന്നും തിരിഞ്ഞു എന്നെ കൊല്ലും ഉറപ്പാ. അതങ്ങനെ കരടിയിൽ കാടായിരുന്നു. ഞാനപ്പോ എന്നെ കണ്ട കെട്ടണതാ. എന്നെ ചെന്ന് കിടന്ന് ചെന്ന് ആന ഇടിക്കണ സൗണ്ട് കേട്ടപ്പോ നോക്കുമ്പോ ആന രണ്ടുമൂന്ന് മുറിവുകളുണ്ടെന്നേ, ശരിക്കും നല്ല വലിയ മുറിവുകളാ. ആന കാറിയ എണ്ണ കാർച്ചയായിരുന്നു. എനിക്ക് ഇവിടെ തങ്കക്ക് ജീവൻ കിട്ടിയില്ല, തിരിച്ചിട്ടില്ലേ? അതോർത്ത് സംഭവിച്ചെന്നു പറഞ്ഞ് ഞാൻ കന്നാലിന് മാറ്റിക്കെട്ടാനായിട്ട് പോയതായിരുന്നു. അന്നേരം ആന അവിടെ നിൽക്കുമായിരുന്നു. നിന്നപ്പോൾ ഞാൻ ഓടി രക്ഷപ്പെട്ടു. ആന ആക്രമിക്കുകയും ചെയ്തു. എൻ്റെ കന്നാലിനെ കുത്തി കീറി നാശലതൊക്കെ. ഒരു 3 വർഷം പുറകോട്ട് പോയാൽ തങ്കമ്മ മരണത്തെ മുഖാമുഖം കണ്ടൊരു നിമിഷമുണ്ട്. അന്ന് കാട്ടുപന്നിയായിരുന്നു വില്ലൻ. ഇതേ വീടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് കാട്ടുപന്നി തങ്കമ്മയ്ക്ക് നേരെ പാഞ്ഞെടുത്തത്. പന്നി പറഞ്ഞു കണ്ടപ്പോൾ ഞാനൊരു കാർച്ച് കയറി. പിന്നെ എനിക്കൊന്നും അറിയില്ല. പന്നി എന്നാ ചെയ്തത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അന്നേരം ഇതുപോലെ ആൾക്കാർ വന്നു കൂടി എന്നെ കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. കൈയും കൊണ്ട് വലിയ ആയൊന്നുമില്ല. ഈ കൈയും കൊണ്ട് എനിക്ക് ഈ ഒരു വശം മൊത്തം പോയേക്കണം. ബലം കുറവാണ്. നമ്മൾ എന്തെങ്കിലും പണിയെടുത്ത് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് അനങ്ങാൻ പറ്റില്ല. ചങ്ങിന് ഇവിടെയൊക്കെ ഇരുന്ന് വേദന. ഈ കൈ പൊക്കാൻ പറ്റില്ല. ശരിക്കും മുടി ഏരി കെട്ടണമെങ്കിൽ തന്നെ ഒരാളുടെ സഹായം വേണം നമുക്ക്. വലത്തെ കൈ ഈ വലത്തെ ഭാവം അത് ഇതിങ്ങനെ ഈ കൈ വളഞ്ഞിരിക്കുന്നുണ്ടോ. പിന്നെ കഴുത്തിന്റെ ഇവിടെ ഈ കഴുത്ത് തിരിയില്ലായിരുന്നു. ഇവിടെ ഒരു കുത്ത് കിട്ടിയായിരുന്നു. ഇവിടെ ഒരു കുത്ത്, ഇവിടെ ഒരു കുത്ത്, ഇവിടെ ഒരു കുത്ത്. ഈ കുത്താണ് നമുക്ക് ഏറ്റത്. ഈ മസിലൊക്കെ ഇല്ലേ, അതൊക്കെ പോയി. ഇപ്പോൾ കന്നാലി കിടക്കുന്ന പോലെയായിരുന്നു എൻ്റെ ഈ കൈയിൻ്റെ ഓരോ. മാസങ്ങൾ നീണ്ട ചികിത്സ, ലക്ഷങ്ങൾ ചെലവായി. നാട്ടുകാരാണ് സഹായിച്ചത്. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന് മുന്നിൽ തങ്കമ്മയെത്തി. ചികിത്സാ ചെലവെങ്കിലും നൽകണം. അപേക്ഷ കോതമംഗലം DFOന് കൈമാറി. DFO നൽകിയ മറുപടി കേട്ട് പട്ടിണിയാണെങ്കിലും തങ്കമ്മ ഒരു കാര്യം ഭർത്താവിനോട് പറഞ്ഞു: ഇനി അങ്ങോട്ട് പോകേണ്ട. 2 പ്രാവശ്യം എൻ്റെ ഭർത്താവ് പോയപ്പോൾ നമ്മൾ കോതമംഗലത്തെ DFO പറഞ്ഞേക്കണമെന്ന് തരികയില്ലെന്ന് പറഞ്ഞു. ഈ വികലാംഗ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ തരുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കെട്ടിയും പോന്നു. ഞാൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. നമുക്കങ്ങനെ അതിൻ്റെ അത്ര ആണെങ്കിൽ നമുക്ക് പോകണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കെട്ടിയും ഇപ്പോൾ പോകുന്നില്ല. തങ്കമ്മയുടെ ജീവിതം നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് ഈ വന്യജീവി ആക്രമണങ്ങളിൽ പരിക്കേറ്റ് കഴിയുന്നവരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇതുപോലെയാണ് സർക്കാർ ചെയ്യുന്നതെങ്കിൽ ഇനിയും ഒരുപാട് പേർ ഇതുപോലെ ബുദ്ധിമുട്ടേണ്ടി വരും. ക്യാമറമാൻ സുജോയ് എഡ്വേഡിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.